കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ബി.ജെ.പിക്ക് ഒരു കാലത്തും മറക്കുവാൻ കഴിയാത്ത ഒരു വലിയ വിജയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നൽകിയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം നടന്ന ലോക്സഭാ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ ആദ്യം പറയുക തൃശൂർ തന്നെയാണ്. ചരിത്രത്തിൽ ബി.ജെ.പിക്ക് താമര വിരിയിക്കുവാൻ ഇടം നൽകിയ ആളുകളാണ് തൃശൂരുകാർ. അവർ സുരേഷ് ഗോപിയെയും ഒപ്പം ബി.ജെ.പിയെയും കൈനീട്ടി സ്വീകരിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ പാർലമെന്റിൽ ആദ്യമായി ഒരു ബി.ജെ.പി സാമാജികൻ തൃശൂരിൽ നിന്ന് കേരളത്തിൽ നിന്ന് ശബ്ദമായി മുഴങ്ങുവാൻ വേണ്ടി എത്തിയിരിക്കുന്നു. എന്തുകൊണ്ട് തൃശൂരിൽ നടന്നത് ശക്തമായ പോരാട്ടമാണ് എന്ന് തന്നെ പറയുന്നു. അതിന്റെ പ്രധാന കാരണം ഒന്ന് സ്ഥാനാർത്ഥികൾ തന്നെയാണ്. കോൺഗ്രസിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്തുകൊണ്ട് വിജയിക്കുകയോ അല്ലെങ്കിൽ ബി.ജെ.പി അക്കൗണ്ട് തുറക്കുവാൻ കഴിയാത്ത തരത്തിൽ പൂട്ടിക്കെട്ടുകയോ ചെയ്യുന്ന കരുത്തനായ നേതാവ് മുരളീധരനെ തന്നെയാണ് UDF സ്ഥാനാർത്ഥിയാക്കിയത്. ഇടതുപക്ഷത്തിൻ്റെതാകട്ടെ തൃശൂരുകാരുമായി വലിയ ബന്ധമുള്ള തൃശൂരുകാരുടെ സ്വന്തം സുനിലേട്ടൻ. അങ്ങനെ സുനിൽകുമാർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായി. ബി.ജെ.പിയിലേക്ക് വരുമ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂരിൽ തന്നെ മത്സരിച്ചു പരാജയപ്പെട്ടു പോയി എങ്കിലും തൃശൂർ പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ഏറ്റവും കരുത്തനായ നേതാവ് സുരേഷ് ഗോപിയാണെന്ന ബി.ജെ.പിയുടെ ബോധ്യത്തിന്റെ പുറത്തു തന്നെ സുരേഷ് ഗോപിയെ ബി.ജെ.പി സ്ഥാനാർത്ഥിയാക്കുന്നു. താരപ്രൗഢിയോടുകൂടി 2 തവണ മത്സരിച്ച് പരാജയപ്പെട്ടു പോയ സുരേഷ് ഗോപിയെ 3-ാം തവണ ജനങ്ങൾ കൈകൊടുത്ത് പിടിച്ചു കയറ്റി. അതിന്റെ പ്രധാന കാരണങ്ങൾ പലതാണ് മുരളീധരനും സുനിൽകുമാറിനും പറയാനുള്ളത്. ഒന്ന്, മുരളീധരൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി.ജെ.പി ചേർത്ത വോട്ടുകളും സംഘടനാപരമായി കോൺഗ്രസിനുണ്ടായ പാളിച്ചകളും ക്രൈസ്തവ വോട്ടുകൾ ഒരു വിഭാഗം സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് ചെയ്തതുമൊക്കെയാണ്. തെരഞ്ഞെടുപ്പിന്റെ കാലയളവിൽ സുനിൽകുമാറും പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ ചില കാരണങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ മുരളീധരൻ പറയുന്നത് അങ്ങനെയല്ല. ഈ കാരണങ്ങളോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കൂടി ഉണ്ടായിരുന്നു. അത് തൃശൂർ പൂരമാണ്. തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം തൃശൂർ പൂരം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം തന്നെയാണ്. അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി തിളങ്ങി നിൽക്കുന്ന തൃശൂർ പൂരത്തിൽ ബി.ജെ.പിയും സർക്കാരും തമ്മിൽ ഒത്തുകളി നടന്നിട്ടുണ്ട് എന്നാണ് മുരളീധരൻ പറയുന്നത്. തീർച്ചയായിട്ടും അന്തർധാരയാണെന്ന് സംശയമില്ലല്ലോ. അതായത് ഒരു കമ്മീഷണർ വിചാരിച്ചാൽ ഒരു പൂരം കലക്കാൻ കഴിയില്ല. അത് കലക്കാൻ സർക്കാർ കൂട്ടുനിന്നു. ഒരു മന്ത്രി അതിന് മൂകസാക്ഷിയായിട്ട് രാജന് നിൽക്കേണ്ടി വന്നു. അന്ന് തന്നെ തിരക്കഥ പൂർത്തീകരിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചായിരുന്നു തൃശൂർ പൂരം നടന്നത്. കേവലം ഒരു കമ്മീഷണർ വിചാരിച്ചാൽ തൃശൂർ പൂരം ഒന്നും നിർത്താൻ കഴിയില്ല എന്നും അവിടെ ബി.ജെ.പിയും സർക്കാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് നടന്നിട്ടുണ്ട്, അതിന്റെ പുറത്താണ് സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നത് എന്നുമാണ് മുരളീധരൻ പറയുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ ഉള്ളിൽ ഒരു സർക്കാർ വിരുദ്ധ വികാരം അവസാനമായി സർക്കാർ തന്നെ ഉണ്ടാക്കിയെടുത്ത് ഇടതുപക്ഷ നേതാവിന് ലഭിക്കേണ്ട വോട്ടുകൾ കൂടി ബി.ജെ.പിക്ക് മാറ്റിക്കുത്തിക്കുക, അത് വിജയകരമായി പൂർത്തീകരിക്കുവാൻ സർക്കാരിന് സാധിച്ചിരിക്കുന്നുവെന്ന് പറയാതെ പറയുകയാണ് മുരളീധരൻ. അങ്ങനെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുവാൻ പല ഘടകങ്ങൾ പറയുന്ന മുരളീധരൻ ഇപ്പോൾ ഒടുവിൽ സർക്കാരിന് നേരെയും വിരൽ ചൂണ്ടുകയാണ്. ശക്തമായ രീതിയിൽ ഇടതുപക്ഷവും അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് ബി.ജെ.പിയുമായ ഒരു ഒത്തുകളി നടത്താതെ കൃത്യമായ രീതിയിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ സുനിൽകുമാറോ മുരളീധരനോ വിജയിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ നടന്ന ഈ ഒരു പ്രക്രിയ കൊണ്ട് മാത്രം സുരേഷ് ഗോപി വിജയിച്ചു എന്ന് പറയുവാനും സാധിക്കില്ല. അതിനും ബി.ജെ.പിയുടെ പക്കൽ കൃത്യമായ കണക്കുകളുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിൽ ബി.ജെ.പി ചേർത്തത് 50,000-ൽ പരം വോട്ടുകളായിരുന്നു. ഒപ്പം ക്രൈസ്തവരുമായുള്ള വലിയ ബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിൽ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ തൃശ്ശൂരിലെത്തി മഹിളാ സംഗമവും ഒപ്പം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തിയതുമെല്ലാം സുരേഷ് ഗോപിയുമായി വലിയ ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുവാൻ സാധിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയിരിക്കുമെന്ന് അണികളും പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ അടിവരയിട്ട് പറഞ്ഞു. അതോടുകൂടി പ്രവർത്തനത്തിന് ആക്കം കൂട്ടുവാനും പ്രവർത്തനത്തിന്റെ ക്ഷമത വർദ്ധിപ്പിക്കുവാനും ഒക്കെ ബി.ജെ.പിക്ക് സാധിച്ചു. ഏറ്റവും ഒടുവിൽ തൃശൂർ പൂരത്തിൽ കൃത്യമായി ഇടപെട്ടതോടുകൂടി സുരേഷ് ഗോപിയോടുള്ള ജനങ്ങളുടെ താല്പര്യവും വർദ്ധിച്ചു. അങ്ങനെ ഘടകങ്ങൾ പലതാണ് തൃശൂരിലെ ബി.ജെ.പിയുടെ വിജയത്തിന് പിന്നിൽ. എന്തായാലും മുരളീധരന്റെ ആരോപണത്തിന് കഴമ്പുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. കേവലം കമ്മീഷണർ വിചാരിച്ചാലൊന്നും തൃശൂർ പൂരം നിലത്തിലാക്കുവാൻ കഴിയില്ല എന്ന മുരളീധരന്റെ വാദത്തിന് തെല്ല് ശരിയുണ്ടെന്ന് പറയേണ്ടതായുണ്ട്. കാരണം കാലങ്ങളായി കൃത്യസമയത്ത് നടന്നുകൊണ്ടിരുന്ന തൃശൂർ പൂരമാണ് പട്ടാപ്പകൽ വെളിച്ചത്തിൽ നടത്തേണ്ട സ്ഥിതിയിലേക്ക് ആദ്യമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. അത് തൃശ്ശൂരുകാരെ സംബന്ധിച്ച് വേദന ഉണ്ടാക്കിയ ഒന്ന് തന്നെയാണ്. അങ്ങനെ സർക്കാരിനോടുള്ള അകൽച്ചയ്ക്ക് ആക്കം കൂടിയിട്ടുമുണ്ട്. ഇതും ഒരു ഘടകമാണ് എന്ന് മാത്രം അതിൽ പറയാം. എന്നാൽ തൃശൂർ പൂരം കൊണ്ട് മാത്രമല്ല സുരേഷ് ഗോപി വിജയിച്ചതെന്നും പറയുവാൻ സാധിക്കും.